ചോദിക്കാൻ പോകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. ചോദ്യവും ഉത്തരവും ഞാൻ ആദ്യമായിട്ട് പറയുന്നതാണ്. അതിന് ശേഷമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് പറയണം. ആൺകുട്ടികൾ ആദ്യം പറയണം, അതിന് ശേഷം പെൺകുട്ടികളെല്ലാവരും ചേർന്ന് പറയണം. ചോദ്യം ഇതാണ്: ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, ഇത് നമ്മൾ സഭായോഗത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ മധ്യത്തിലും ദൈവസന്നിധിയിലുമാണ് നമ്മൾ ഉത്തരം പറയുന്നത്. അപ്പോൾ വേദോസം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവസന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുക, മുദ്രപേപ്പർ എഴുതി കൊടുക്കുന്നത് തുല്യമാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തത്രപ്പെട്ട് പറയരുതെന്നാണ് വേദോസം പറയുന്നത്. തത്രപ്പെട്ട് ദൈവസന്നിധി എന്ത് ചെയ്യരുത്, ഉത്തരം പറയരുത്. ആലോചിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പറയണം. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവസന്നിധി ഒരു കാര്യം പറഞ്ഞാൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും പ്രത്യേകത. ഇപ്പോൾ ദൈവത്തിൻ്റെയും സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ചോദ്യം ഇതാണ്: ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഒന്നുകൂടെ ഞാൻ അത് വായിക്കാം. ഞാനവയെ ഉപേക്ഷിക്കുന്നു എന്നാണ് ഉത്തരം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഇതെല്ലാം ചേർന്ന് പറഞ്ഞ ആൺകുട്ടികൾ, ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു പറഞ്ഞേ. പെൺകുട്ടികൾ പറഞ്ഞേ. അടുത്ത ചോദ്യം ഇതാണ്. അതിൻ്റെ ഉത്തരം ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദ്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ സ്വീകരിക്കുന്നു എന്നാണ്. അത് ഓരോരുത്തരുമായിട്ട് പറയണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ചോദ്യം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്ന്. അതായത് നമ്മൾ മനുഷ്യർ പാപികളാണ്. പാപികളായ മനുഷ്യരെ രക്ഷിപ്പാൻ എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ നാം അനുഭവിക്കേണ്ട ശിക്ഷ അത് നമുക്ക് പകരമായി യേശു എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അതാണ് നമ്മുടെ ശിക്ഷ. യേശു ഏറ്റെടുത്തതിനാലാണ് യേശു നമ്മുടെ രക്ഷകനായിട്ട് മാറുന്നത്. പാപത്തിൻ്റെ ശിക്ഷ എന്താ? മരണം. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. ആ മരണം നമുക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ ആ മരണം ആരേറ്റെടുത്തു? യേശു നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അങ്ങനെ യേശു നമ്മുടെ രക്ഷകനായിത്തീർന്നു. നമ്മളെ രക്ഷിച്ചതുകൊണ്ട് യേശു രക്ഷകനായിത്തീർന്നു. ചോദ്യം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഉത്തരം. അത് ഓരോരുത്തരുമായിട്ട് പറയാം. സഭയ്ക്ക് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിത്യാവിശ്വാസ പ്രമാണം ഒരുമിച്ച് ചെല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണുകയും കാണപ്പെടാത്ത സ്ഥലത്തെയും സൃജനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ഏകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകമ്പേ പിതാവ് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ഉണ്ടാക്കപ്പെട്ടവൻ, പിതാവിടെ ഉള്ളവൻ, അവനാൽ സ്ഥലം ഉണ്ടായി. അവൻ മനുഷ്യരായി നമുക്ക് മനുഷ്യർക്ക് സ്വർഗ്ഗം നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി തീർന്നു. പിലാത്തോസിന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. തിരുപ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ഞങ്ങളൊരെയും മനുഷ്യരെയും ന്യായിപ്പാൻ മതത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജന് അവസാനം ഉണ്ടാകുകയും കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോട് വന്ദിക്കപ്പെട്ട് മതപ്പെടുന്നവനും പ്രവാചകൻ മകനോട് പ്രയച്ചനായ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. കതോലിക്കോസിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചിച്ചിരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. അടുത്ത ചോദ്യം: ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് പറയേണ്ടത്. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരം. ചോദ്യം ഇതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ?
ചോദ്യം ഒന്നോടെ പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഗീതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ്സിൻ നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന് ചേർന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും ചേർന്ന് നിങ്ങൾ ചേർന്ന്. അടുത്ത 3 ചോദ്യങ്ങൾ ഉത്തരമായി ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. ചോദ്യം: കർത്തൃ ദിവസത്തിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. അതായത് കർത്തൃ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ ദിവസം, ഞായറാഴ്ച ആരാധനകളാണ്. ഞായറാഴ്ച ആരാധനകളിൽ നിങ്ങൾ ദേവാലയത്തിൽ വരികയും വിശുദ്ധ സംസർഗത്തിൽ പങ്കുചേരുകയും ചെയ്യുമോ? അതിന് നിങ്ങൾ ശ്രദ്ധിക്കുമോ എന്നാണ് ചോദ്യം. കർത്തൃ ദിവസത്തിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രാർത്ഥനയിലും കർത്താവിൻ്റെ താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. എന്നോട് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞേ. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ വേദോത്സവം വായിക്കുമോ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും എന്ന് വാഗ്ദത്തം ചെയ്യുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു പറഞ്ഞേ. നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. അതായത് നമ്മൾ ദശാംശം മാറ്റിവെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുക, പള്ളി സ്തോത്രാച്ചിടുക, സഹായങ്ങൾ ചെയ്യുക, ആദരസേവനങ്ങൾ വേണ്ടി കൊടുക്കുക. അതെല്ലാം എന്താണ്? ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ പ്രാപ്തി പോലെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ കൊടുക്കുമോ എന്നാണ് ചോദ്യം. വേദോസം പറയുന്നുണ്ട്, കൃപാലുവായി വായ്പ ദാനം ചെയ്യുന്നവൻ അവൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? വായ്പ കൊടുക്കുന്നു. കൃപാലുവായി സഹായം ചെയ്യുന്നവൻ, വായ്പ കൊടുക്കുന്നവൻ, സഹായിക്കുന്നവൻ ദൈവത്തിന് എന്ത് ചെയ്യും? ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. വായ്പയുടെ പ്രത്യേകത തന്നെ, വായ്പ കൊടുത്താൽ എന്നാ ചെയ്യും? തിരിച്ചു കിട്ടും അല്ലേ? അപ്പോൾ ദൈവത്തിന് വായ്പ കൊടുത്താലോ? ദൈവത്തിന് വായ്പ കൊടുത്താൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം അല്ലേ? സഹായങ്ങൾ ചെയ്യാൻ ദൈവം നമുക്ക് അനുഗ്രഹം തരുമ്പോൾ എന്ത് ചെയ്യണം? സഹായം ചെയ്യാൻ നമ്മൾ ഉത്സാഹമുള്ള ശ്രദ്ധയുള്ള കാര്യങ്ങൾ, അത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ദൈവം എന്ത് ചെയ്യും? അത് നമുക്ക് നൽകുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങളെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. പറഞ്ഞേ. ഞാൻ വാഗ്ദത്തം. നിങ്ങൾ പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായി ഞാൻ സമ്മതിക്കുന്നുവെന്നാണ്. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? അതായത് നമ്മൾ സ്നാന സമയത്ത് തന്നെ നമ്മൾ ദൈവമക്കളായിട്ട് എന്ത് ചെയ്യും? നമ്മൾ തീർന്നു. ആ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ജീവിപ്പാൻ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു. പറഞ്ഞാൽ നമ്മൾ കടംപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതങ്ങനെ ചെയ്യുമോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാണ് നമ്മളന്നേരം ചെയ്യുന്നത്. അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ എന്നാണ് ചോദ്യം. ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ ഒരുക്കമാണോ എന്നാണ് ചോദ്യം. യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയാണ് ജീവിക്കാൻ നിങ്ങൾക്ക് ഒരുക്കമാണോ, നിങ്ങൾക്ക് സമ്മതമാണോ എന്നാണ് ചോദ്യം. ഞാൻ സമ്മതിക്കുന്നു എന്നാണ് ഉത്തരം. പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. മുട്ടുകുത്തിക്ക്. ഈ റെയിൽസെ മുട്ടുകുത്തിക്കോ, കുഷീനെ മുട്ടുകുത്തിക്കോ. ഒരു സമർപ്പണ പ്രാർത്ഥനയാണ്. ഞാനത് ചൊല്ലിത്തരാം. ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ ചൊല്ലണം. കുട്ടികൾ മാത്രം ചൊല്ലിയാൽ മതി. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്സ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിൻ്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. നമുക്ക് പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവർ സ്വയമായി ഏറ്റെടുത്തിരിക്കുന്ന
തീരുമാനങ്ങൾ, പ്രതിജ്ഞകൾ അവരുടെ ആയുസ്നാളൊക്കെയും പാലിപ്പാൻ അവരുടെ സ്വന്തം പരിശ്രമത്താൽ സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് മൗനമായി കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം നമുക്ക് ഈ സമയത്ത് പാടാം. അതിൻ്റെ 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ ഗായക സംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പാടണം. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ ഗായക സംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പാടണം. ദേവാത്മാവേവ നൂതുക എല്ലാവർ മേലും വീശുക. തീയാൽ അനുഗ്രഹ തൈലമം നീ ആശ്വാസം ജീവൻ സ്നേഹത്തി നിത്യമാം പ്രകാശമൂലം മാറ്റുകയിരുൾ അശേഷ മുഖശോഭാസം പ്രമോദ ശത്രുവേദൂരയകറ്റി തന്നിടേണ ദിവ്യശാന്തി ഏക സത്യ നിത്യ ദേവ തദാസോദാമ ശുദ്ധാത്മാ ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഗായക സംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ചൊല്ലണം. സ്ത്രീകളുടെ കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല. സഭാമക്കൾ എല്ലാവരും ഗായക സംഘത്തോടൊപ്പം എൻ്റെ പിന്നാലെ ഈ പ്രാർത്ഥന ചൊല്ലണം. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട
ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രൻ ഞങ്ങളെ കർത്താവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ ഇച്ചിരി അങ്ങോട്ട് ഒതുങ്ങി നിന്നോളാം. എന്നിട്ട് ഓരോരുത്തർ വന്നാൽ മതി. ഞാൻ വിളിക്കുമ്പോളെ കുറച്ചുകൂടെ നിങ്ങൾ അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാം. നോക്കട്ടെ, വേണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി കുറച്ചുകൂടെ അങ്ങോട്ട് ഒതുങ്ങി കുറച്ചുകൂടെ ചേർന്ന് നിന്ന് കുഴപ്പമില്ല. ഓരോരുത്തർ വന്നാൽ മതി. പിന്നെ ഇച്ചിരി ഒതുങ്ങി ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി നിന്ന് എന്നിട്ട് അങ്ങോട്ട് നീങ്ങുന്നു. കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭ ഒന്നുടങ്ങും. ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തലമേൽ കൈവച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ കായികസംഘത്തോടൊപ്പം ജനങ്ങൾ ആമേൻ എന്ന് പറയണം. ഇതൊന്ന് പിടിക്കാവും, അതിൻ്റെ കൊടുത്ത് ഇതും കൂടെ പിടിക്കാവും. ഇത് മുട്ടിച്ച് പിടിച്ചാൽ മതി. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം
നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ.
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, തിരുനാം സ്വീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടനോട് ഇരിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും. ആമേൻ. നിന്റെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ്സിൻ നാളൊക്കെയും നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിൻ്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തി ഭരിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകതയുമായി കലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. ആമേൻ. എഴുന്നേറ്റ് താഴെ ഇറങ്ങി നിന്ന ഒരു സ്റ്റെപ്പ് ഇറങ്ങി നിന്നാണ്. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണേ. പുതുതായിട്ട് സ്ത്രീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമ്മൾ സഭയായിട്ട് സ്വീകരിക്കുകയാണ്. ബഹുമാനമുള്ള അച്ഛൻ സ്വീകരണ വചനങ്ങൾ ചൊല്ലിത്തരുമ്പോൾ സഭാമക്കൾ എല്ലാവരും ഗായക സംഘത്തോടൊപ്പം ചേർന്ന് ചൊല്ലി ഇവരെ സ്വീകരിക്കണം. കുട്ടികളത് ചൊല്ലേണ്ടതില്ല. ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പു തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും കൃപ നൽകുമാറാകട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. എത്രയും പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ പദവികളിലും പങ്കാളികളാകുന്നതിനും അതിൻ്റെ എല്ലാ ചുമതലകളും വഹിക്കുന്നതിനുമായി നാം ഇന്നേ ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ മശിഹായുടെ കൊടിക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രണാവസാനം വരെ അവൻ്റെ വിശ്വസ്ത പടയാളികളും ദാസരുമായി തുടർന്നുകൊള്ളുമെന്നും നാം വിശ്വസിക്കുന്നു. സഭയ്ക്ക് ഇരിക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കമ്മ്യൂണിയൻ സർവീസിന് മുമ്പായിട്ട് കയ്യുസിരി കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കയ്യുസിരി കൊടുക്കും. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ആദ്യമായി കമ്മ്യൂണിയൻ കൂടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൂടാനുള്ള അവസരം കിട്ടുന്നതിന് തൊട്ടുമുമ്പാടുള്ള ആരാധനയിൽ ആദ്യമായി കയ്യുസിരി നൽകുന്നതാണ്. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്നും പറഞ്ഞാണ് നമ്മൾ കയ്യുസിരി കൊടുക്കുന്നത്. കയ്യുസിരി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലത് കൈപ്പത്തി ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് കൈപിടിക്കുന്നത്. വലത് കൈപ്പത്തി ഇങ്ങനെ രണ്ടുപേർ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ കൊടുക്കുന്ന ആൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ ക്രിസ്തുവിൻ്റെ സമാധാനമെന്നോ എന്ന് പറഞ്ഞ് വേണം കൊടുക്കാൻ. സ്വീകരിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. അയാൾ അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുക. സ്വീകരിക്കുന്നവർ ആമേൻ എന്ന് പറയുക. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് തരുന്നത്. അങ്ങനെയാണ് നമ്മൾ കയ്യുസിരി സ്വീകരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ആദ്യമായി നിങ്ങൾക്ക് ഞാൻ
കൈശ്രീ നൽകുകയാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമായി നാം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ കൈയൊസൂരി നൽകും. ഓരോരുത്തർ വന്നാട്ടെ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ. ഓരോരുത്തർ വന്നാട്ടെ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ആമേൻ എന്ന് പറയണേ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള സ്ഥിരീകരണ കാർഡ് നിങ്ങൾക്ക് ബഹുമാനമുള്ള അച്ഛൻ പേര് വിളിക്കുമ്പോൾ നിങ്ങളത് വന്ന് ഇവിടെ വന്ന് വാങ്ങണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ഇത് സൂക്ഷിച്ച് വെക്കണം. ഒരു ചെറിയ വലുപ്പം ചെറിയുള്ളൊരു കാർഡാണ്. നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് എവിടെയാണോ വെക്കുന്നത് വെക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കാർഡ് വന്നേക്കാം. അതിലൊരു ചെറിയ പ്രാർത്ഥനയും കൂടെ ഉണ്ട്. നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥന കാര്യം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും കൃത്യമായിട്ട് ഓർപ്പിക്കും. ഓരോരുത്തരായി വന്ന് കാർഡ് വാങ്ങി അഭ്യർത്ഥിയുടെ കടങ്ങളിലുള്ള അധികാര മൂലം നിങ്ങൾ ചോദിച്ചു പോകണം എന്ന് അറിയിക്കുന്നു. അഭിനവ് അജീഷ്. ആൽവിൻ സിനോയ്. ആൽവിനെ ദൈവാനുഗ്രഹിക്കും. ആഷിൻ തോമസ്. ആഷിനെ ദൈവാനുഗ്രഹിക്കും. എഡ്വിൻ സന്തോഷ്. എഡ്വിനെ ദൈവാനുഗ്രഹിക്കട്ടെ. കെവിൻ സാം ജോസഫ്. കെവിനെ ദൈവാനുഗ്രഹിക്കട്ടെ. സച്ചു സണ്ണി. സച്ചു ദൈവാനുഗ്രഹിക്കട്ടെ. സിജോ മോഹൻ എസ് വി. സിജോമാനെ ദൈവാനുഗ്രഹിക്കട്ടെ. യാഗിൻ സജി. സജി ദൈവാനുഗ്രഹിക്കട്ടെ. ഓക്കെ. ആഷ്ന ജെയിംസ്. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. അനന്യ സജി. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. സേവാമോൾ സജേസൻ. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. നിറ്റ ടി എസ്. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. നിജിമോൾ ടി എസ്. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. നിരഞ്ജന മാത്യു. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. നിവേദിത മാത്യു. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. റാണി റിജു. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. സാന്ദ്ര വിൻസെന്റ്. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. എല്ലാവരും കുറച്ചുകൂടെ ഇങ്ങോട്ട് നിന്ന് അടുത്തേക്ക് ഇങ്ങോട്ട് നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് കയറുന്നു. ഇവിടെ ഇങ്ങോട്ട് കയറുന്നു. കയറും. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെട്ടിരിപ്പീൻ. നല്ലതിനെ മുറുകെ പിടിക്കുവിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ മനസ്സുറപ്പില്ലാത്തവരെ ശക്തിയിരിക്കുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുവിൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായി എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ